ഇത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന എനർജി അല്ല, കണക്റ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളഞ്ഞേക്കുക. നിങ്ങൾ ഇന്ന് നല്ല ഡീപ്പ് ഇമോഷണൽ എനർജിയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ ലവ് അൺകണ്ടീഷണൽ മോഡിലും ആണ്. നിങ്ങൾ അവരോട് വഴക്കുണ്ടാക്കാനോ ഗുസ്തി പിടിക്കാനോ പ്രഷർ ചെയ്യാനോ ഒന്നും പോകില്ല. നിങ്ങളുടെ ലവ് അൺകണ്ടീഷണലായിട്ട് പോവുകയാണ്. വെറുതെ പോയി വഴക്കിട്ട് തല്ല് പിടിച്ചിട്ടും എന്ത് കാര്യമാണ്, എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു പീസ് വേണം, ക്ലാരിറ്റി വേണം, ബാലൻസിങ് വേണം. അതിന് ഡിവൈൻ ടൈം വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലെ ഇപ്പോഴത്തെ ചിന്ത. നിങ്ങൾ ഒരു റീയൂണിയൻ വിഷ് ചെയ്യുന്നുണ്ട്, ആ വിഷ് നടക്കുക തന്നെ ചെയ്യും. നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ചിന്ത തന്നെയാണ്. എനിക്ക് അവൾ അല്ലെങ്കിൽ അവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് രണ്ടുപേരും പരസ്പരം ചിന്തിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇമോഷൻസ് പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങളുടെ ലവ് അവരെ സോൾ ലെവലിൽ ഹീലാക്കുന്നുണ്ട്. ഇത് ഡിവൈനാണ്. യൂണിവേഴ്സിന് നന്നായി അറിയാം എന്താണ് വേണ്ടത് എന്ന്. സോൾ ലെവലിൽ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ള റിലേഷൻ ആയതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുകയേ വേണ്ട. നിങ്ങളുടെ ബന്ധം എങ്ങും തകർന്നു പോയിട്ടൊന്നുമില്ല. അത് സ്ലോ ആയിട്ട് സ്ട്രോങ് ആകാൻ വേണ്ടി ഗുഡ് ഡയറക്ഷനിൽ യൂണിവേഴ്സ് അതിൻ്റെ പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നവരുടെ എനർജിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട്, സമാധാനം ഇല്ലാത്തത് കൊണ്ട് എൻഡായിപ്പോയ എനർജിയാണ്. അവർക്ക് ഇനി ഒരുമിക്കാനുള്ള പവറില്ല. നിങ്ങളുടെ വ്യക്തി വളരെയധികം മുറിവേറ്റിട്ടുണ്ട്. അവരുടെ മനസ്സിലെ കൺഫ്യൂഷനും ഇല്യൂഷനും ഒക്കെ ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അവരൊരു സൈലൻസിൽ കൂടെ കടന്നു പോവുകയാണ്. അവർ ഈ സൈലൻസ് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങളോട് വന്ന് ചോദിക്കും, അറിയൂ ഓക്കെ, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അത് ഇൻക്രീസ് ആവും. കാരണം റീയൂണിയൻ പോസിബിളായിട്ടുള്ള ഹൈ എനർജി ഇതിനകത്ത് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാനോ കട്ട് ചെയ്യാനോ കഴിയാത്ത റിലേഷനാണ്. നിങ്ങൾക്ക് പരിവർത്തനം സംഭവിക്കുന്നു. ബട്ടർഫ്ലൈയുടെ ജീവിതകഥ പോലെയുള്ള പരിവർത്തനം നിങ്ങൾക്കും ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് ഈ നിമിഷം നിങ്ങളോട് പറയുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിനെ ബാലൻസ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമോഷൻസൊക്കെ കൺട്രോളാക്കി വരുന്നുണ്ട്. നല്ലതാണ്. കാരണം നിങ്ങൾ കരഞ്ഞും പിന്നാലെ എന്നെ ഒന്ന് പരിഗണിക്കൂ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് വെക്കുക. ചിന്തകൾ പോസിറ്റീവായിട്ട് വെച്ചാൽ മാത്രമേ നിങ്ങളുടെ വൈബ്രേഷൻസ് യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുകയുള്ളൂ. യൂണിവേഴ്സ് നിങ്ങളുടെ വൈബ്രേഷൻസാണ് സെൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവായാൽ റീയൂണിയൻ താമസിക്കും. ഇവിടെ ഒരുപാട് പേര് വിഷമിച്ചും വേദനിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരോടാണ് പറഞ്ഞത്, ചിന്തകൾ നെഗറ്റീവാക്കാതെ ഇരിക്കുക. മനസ്സിനെ സ്വയം ഹീൽ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. കൂളായിട്ട് ഇരിക്കണം, സ്റ്റേബിളായിട്ടിരിക്കണം. അവരുടെ ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കുന്നതേയില്ല. അവർക്ക് ഡീപ്പ് കെയർ ഉണ്ടെങ്കിലും അവരുടെ ഹൃദയം എന്താണെന്നോ അവരുടെ ഉള്ളിലെ എക്സ്പ്രഷൻ എന്താണെന്നോ അവർ പുറത്ത് കാണിക്കുന്നതേയില്ല. നിങ്ങൾ പരസ്പരം ബാലൻസ് ആയാൽ മാത്രമേ യൂണിവേഴ്സ് റീയൂണിയൻ പോസിബിൾ ആക്കുകയുള്ളൂ. രണ്ടുപേർക്കും പരസ്പരം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഈഗോ അടിച്ച് ഇരിക്കുക തന്നെയാണ്. അവൻ വന്ന് മിണ്ടട്ടെ എന്ന് നിങ്ങൾ അല്ലെങ്കിൽ അവൾ വന്ന് മിണ്ടട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അവർ അവരുടെ പഴയ വേദനകളൊക്കെ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പക്ഷേ അവരെക്കാൾ ഒരുപാട് മുന്നിലാണ്. നിങ്ങൾ മനസ്സൊക്കെ ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ആരൊക്കെയോ സ്പിരിച്വൽ പ്രാക്ടീസും മെഡിറ്റേഷനും യോഗ ഒക്കെ ചെയ്യുന്ന എനർജി ഇതിനകത്ത് വന്നിട്ടുണ്ട്. പലവിധ മാർഗങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലെ സംശയങ്ങളും ചോയ്സുകളും മുന്നോട്ടുള്ള ഭാവിയെ പറ്റിയുള്ള ചിന്തകളും പ്ലാനിങ്ങുകളും എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഇപ്പോൾ സപ്പോർട്ടായിട്ട് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് ഈ നിമിഷം നിങ്ങളെ അറിയിക്കുന്നത്. അവർ നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പേടിയാണ്, ഭയമാണ്. പഴയ മുറിവുകൾ കാരണം അവരുടെ ഹൃദയം ഓപ്പൺ ആക്കാൻ അവർ തയ്യാറാവുന്നില്ല. അവരുടെ ഹൃദയം വേദനിക്കുന്നത് പുറമെ കാണിക്കാനും തയ്യാറാവുന്നില്ല. അവർക്കറിയാം അവരുടെ സൈലൻസ് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന്.
പക്ഷേ അവർക്ക് സമയം വേണം എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും പുറത്തോട്ട് അവർ ആ ഡിസ്റ്റൻസ് മൈൻഡ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതെല്ലാം സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ അവരുടെ സോളിൻ്റെ പെയിൻ വരെ നിങ്ങൾ ഫീൽ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റീയൂണിയൻ വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. അത് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക, വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സ് അത് സാധിച്ചു തരും. രണ്ടുപേരും ഒരേ ബാലൻസിൽ വരുമ്പോൾ